എല്ലാവർക്കും ആമസോൺ ഫൈൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ കുറച്ച് ആമസോൺ ഫൈൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. വീട്ടിലത്തേക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ. എന്നത്തെയും പോലെ നമ്മൾ കുറച്ച് റെയർ ആയിട്ടുള്ള ഐറ്റംസ് നിങ്ങളെ ഞാനിന്ന് ആമസോണിലുള്ളത് പരിചയപ്പെടുത്താം. ഇന്നത്തെ വീഡിയോയിൽ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിലെനിക്ക് ആദ്യം തന്നെ നിങ്ങളെ പരിചയപ്പെടുത്താനുള്ള ഒരു ആമസോൺ ഫൈൻഡ് എന്ന് പറയുന്നത് ഈ ഒരു ഐറ്റമാണ് കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സ്റ്റിക്കേഴ്സാണ്. സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നോർമൽ വാൾപേപ്പർ പോലെ ഒട്ടിക്കുന്ന ഒരു സാധനമല്ല. ഇത് ഒരു സ്റ്റിക്കർ തന്നെ ഏകദേശം 1 സ്ക്വയർ മീറ്റർ ലെങ്ത് വരുന്ന അല്ലെങ്കിൽ ആ സൈസുള്ള തരത്തിലുള്ളതാണ്. ഇവിടെ കാണുന്ന ഈ ഒരു സ്പെസിഫിക് ഷീറ്റ് എന്ന് പറയുന്ന ഒരു വുഡ് പാറ്റേൺ ഉള്ളതാണ് കേട്ടോ. ഇത് വാൾപേപ്പർ പോലെ അത്രത്തോളം തിന്നല്ല, ഇത് ഫോം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പുറത്തായിട്ടൊരു വാട്ടർ പ്രൂഫ് കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു പാറ്റേൺ ആണ്. രണ്ടാമത്തെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഈ ഒരു ഐറ്റമാണ്. ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയമണ്ട് പാറ്റേൺ ആണ്. ഇതിൻ്റെ ഒരു 3D എഫക്റ്റ് ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതെ, ഒരു 3D പാറ്റേണിലുള്ളൊരു ഡയമണ്ട് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഇത് രണ്ടും 1 സ്ക്വയർ മീറ്റർ സൈസുള്ള ഷീറ്റുകളാണ്. ഈ ഷീറ്റുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ ഒന്നാമത്തെ കാര്യം ഇൻറ്റീരിയർ പരമായിട്ടുള്ള എന്തെങ്കിലും മിനുക്കുമണികൾ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് DIY ആയിട്ട് ചെയ്യണമെങ്കിൽ ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്റ്റിക്ക് ആൻഡ് പീൽ ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ചുമരിന് ഒരു ഭംഗി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. രണ്ടാമത്തെ ഒരു യൂസ്ഫുൾ ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ ഇപ്പോൾ പണ്ടത്തെ വീടുകളാണെങ്കിൽ അധികം വാട്ടർ പ്രൂഫിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ ബാത്റൂമിൻ്റെ ചുമരുകളും നമ്മുടെ റൂമിൻ്റെ ചുമരുകളും ഒരുമിച്ച് വരുന്നിടത്തതുപോലെ പെയിൻറ്റ് പൊട്ടി ഇളവാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളിടത്ത് ഈ പെയിൻ്റ് എല്ലാം റിമൂവ് ചെയ്ത് ക്രാക്സിലോ അല്ലെങ്കിൽ പൊട്ടിയോ ഒക്കെ ഇട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് ഈ സാധനം ഒട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം പിന്നുണ്ടാവില്ല കേട്ടോ. കാരണം ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്ന ഫോമാണ്, പുറത്ത് പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട്. നനഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും, സ്റ്റെയിൻ ആയി കഴിഞ്ഞാലും തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പ് സാധനമാണ് കേട്ടോ. ഇത് 150 രൂപയാണ് ഈ ഒരു ഷീറ്റിൻ്റെ വിലയെന്ന് പറയുന്നത്. നിങ്ങൾക്ക് അത്യാവശ്യം ആ ഒരു പാർട്ട് മാത്രം കവർ ചെയ്താൽ മതിയെങ്കിൽ വളരെ ലോ കോസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്കത് ഡീൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ എന്തെങ്കിലും ഇൻറ്റീരിയർ ഡെക്കറേഷൻസ് ഒക്കെ ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് ഈ ഷീറ്റുകൾ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആമസോൺ ഫൈൻഡാണ് കേട്ടോ. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഏകദേശം 900 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുള്ളൊരു സാധനമാണ് ആവി പിടിക്കുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ആശുപത്രിയിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അവിടെ നെബുലൈസർ എന്ന് പറയുന്ന ഒരു സാധനമാണ് യൂസ് ചെയ്യാറുള്ളത്. ആവി പിടിക്കുക എന്ന് പറയുന്നത് ഒരുപാട് നേരം നമ്മൾ അത്രയും ഹീറ്റിൽ ആവി പിടിക്കുന്ന സമയത്ത് ഒരുപാടധികം പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഇതെന്ന് പറയുന്നത് കുറച്ചുകൂടെ പോർട്ടബിളാണ്, നമുക്ക് കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റുന്ന ആവി പിടിക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ കാണുന്ന പോലുള്ള മാസ്ക് കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് മുഖത്ത് വേറെ എടുത്തും അടിക്കാതിരിക്കാനും വേണ്ടിയിട്ട്, കണ്ണിലൊക്കെ ഈ ആവി പിടിക്കുന്ന സമയത്ത് കണ്ണിലടിച്ചു കഴിഞ്ഞാൽ കണ്ണിൽ നെർവിന് പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊന്നും ഇതിനകത്ത് കിട്ടില്ല. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് ഫേസിലേക്ക് തന്നെ വയ്ക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. പോർട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐറ്റം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതാണ് ഇതിൻ്റെ സൈസ്. നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിനകത്ത് ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പിലായിട്ട് ഈ പാർട്ടിനകത്ത് നമ്മൾ ഇവിടെ ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് വെള്ളം മതി നമുക്ക് ഒരാൾക്ക്. യെസ്, അപ്പോൾ ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ ടോപ്പിലായിട്ട് അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അടപ്പുണ്ട് കേട്ടോ. ഇത് തുറന്നിട്ടാണ് നമ്മൾ ഒഴിച്ചത്. ഇത് അടച്ചു വയ്ക്കുക. ഇനി ഭയങ്കര സിമ്പിൾ സെറ്റപ്പാണ്. ഇതിൻ്റെ ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, അതായത് നമ്മുടെ മൂക്ക് വരുന്ന ഭാഗം കറക്റ്റായിട്ട് അലൈൻ ചെയ്തിട്ട് ഇതിലേക്ക് വയ്ക്കുക. ഇനി ഇവിടെ ആയിട്ടൊരു സ്വിച്ച് കാണുന്നുണ്ട്. ജസ്റ്റ് ഈ ഒരു സ്വിച്ചിൽ പ്രസ് ചെയ്താൽ മതി. അതാ സംഭവം വരാൻ തുടങ്ങിയിട്ടുണ്ട്. സംഭവം കൊള്ളാം കേട്ടോ. എന്തായാലും ഓഫ് ചെയ്യാൻ നേരത്തെ ഇവിടെ ആയിട്ട് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, പവർ ബട്ടൺ ലോങ് പ്രസ് ചെയ്യുന്ന സമയത്താണ് ഓഫ് ആവുന്നത്. അപ്പോൾ പോർട്ടബിളായിട്ട് ഒരു ആവി പിടിക്കുന്ന ഒരു മെഷീൻ നോക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ബെസ്റ്റ് സ്യൂട്ടഡ് ആയിരിക്കും കേട്ടോ. കാണാൻ വേണ്ടിയിട്ട് നല്ല ലുക്കുമാണ്. ഈസി ആയിട്ട് നമുക്ക് ഒറ്റ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ ഉപയോഗിക്കാനും വേണ്ടിയിട്ട് പറ്റും. മരുന്നോ കാര്യങ്ങളോ എന്തെങ്കിലും ഉപയോഗിക്കാനുണ്ടെങ്കിൽ തുറക്കുക, ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. 900 രൂപയ്ക്ക് ആമസോണിൽ ഇത് അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വാങ്ങിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ആ ലിങ്ക് വഴി കയറി വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഒരു വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു ഡെക്കോർ ഐറ്റമാണ് കേട്ടോ. നമ്മൾ ഒരുപാടധികം കാശ് കൊടുത്ത് നമ്മൾ ഫൗണ്ടെയിനൊക്കെ വാങ്ങിക്കാറുണ്ട്. നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഫൗണ്ടെയിൻ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഐറ്റമാണ് ഈ പാക്കേജിനകത്തുള്ളത്. നമുക്ക് എന്തായാലും പൊട്ടിച്ചെടുത്തതിൻ്റെ കണ്ടീഷൻ നോക്കാം. ആമസോണിൽ കണ്ട സമയത്ത് മുട്ടൻ ലുക്കായിരുന്നു കേട്ടോ. കാണാൻ വേണ്ടി നല്ല രസമുണ്ടായിരുന്നു. ഇതൊരു മിനി ഫൗണ്ടെയിനാണ്.
₹1599 രൂപയാണ് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് നോക്കാം. 1599 രൂപയ്ക്ക് വേർത്താണോ നോക്കാം. പാക്കേജിങ് ഉണ്ടല്ലേ, തെർമോക്കോളിലുള്ളൊരു പാക്കേജിങ് ആണ്. ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഫുൾ മെറ്റലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ വേറെ എന്തെങ്കിലും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. കാണാൻ വേണ്ടി നല്ല രസമുണ്ടല്ലേ. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ഫൗണ്ടെയിൻ ആണ്. ഇതിൻ്റെ അടിയിൽ നിന്ന് ടോപ്പിലേക്ക് ഇവിടുന്ന് വെള്ളം വീഴുന്നു, വെള്ളം വീണിട്ട് അടുത്ത ഇലയിൽ വീഴുന്നു, മൂന്നാമത്തെ ഇലയിൽ വീഴുന്നു, തിരിച്ച് നമ്മുടെ ഫൗണ്ടെയിൻ്റെ ബോട്ടം സ്പേസിലേക്ക് പോകും. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക്സും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തിരിപ്പോൾ ഉള്ളത്. വേറെ അഡീഷണലായിട്ട് ഈ ഒരു ബോക്സ് മൊത്തം മെസ്സിയാണ് കേട്ടോ. തെർമോക്കോൾ ഇതിനകത്ത് കുറച്ച് കല്ലും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് എനഫ്. ഫൗണ്ടെയിനോടൊപ്പം ഉള്ള കല്ലുകൾ സെപ്പറേറ്റ് ഇതിനകത്ത് ബോക്സിൻ്റെ അടിവശത്തായിട്ട് കിടക്കും. തെർമോക്കോളല്ല ഇതിനകത്ത് പൊടിഞ്ഞു പോയി കേട്ടോ. എന്തായാലും ഇതിനകത്ത് ഞാൻ ഉദ്ദേശിച്ച അത്രയും കല്ലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം കല്ലുകൾ കുറച്ചേ കണ്ടുള്ളൂ. നോക്കാം നമുക്ക്. എന്തായാലും ഇവിടെയായിട്ടൊരു ചെറിയ ട്യൂബിങ് കണക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു പിന്നാണ് കേട്ടോ. അത് ഇതിൻ്റെ അടിയിലേക്ക്, അത് ഈ പൈപ്പ് വഴി മുകളിലോട്ട് പോയിട്ടാണ് മൊത്തം തെർമോക്കോൾ. അപ്പോൾ ഈ പൈപ്പ് വഴി ഇതിൻ്റെ മുകളിലോട്ട് പോയിട്ട് ഇവിടെ നിന്നാണ് വെള്ളം താഴേക്ക് വീഴുന്നത് കേട്ടോ. ഇതിലേക്ക് വീണ് പിന്നെയും ബോട്ടം ഇതിലേക്ക് വരും. അപ്പോൾ എന്തായാലും ഒന്ന് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സംഭവം കാണിച്ചു തരാം. ഇതിനകത്ത് തന്നെ അഡീഷണൽ ഒരു LED കൊടുത്തിട്ടുണ്ട് കേട്ടോ. LED നമുക്ക് വേണ്ട ഇതിനകത്ത് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് മുൻവശത്തായിട്ട് വരുന്ന രീതിയിൽ. അപ്പോൾ അതിനകത്ത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് മുറുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് ഇൻ കേസ് RGB LED വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു കാണാൻ രസമുണ്ടായിരിക്കും രാത്രി സമയത്ത്. ഇനി ബാക്കി വയറുകളും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഈ ഒരു ഫ്ലവർ പോട്ടിനകത്തോട്ടാക്കണം. എന്നിട്ട് അതിൻ്റെ സൈഡിൽ തന്നെ ചെറിയൊരു കട്ടിങ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഈ വയറ് മാത്രം പുറത്തോട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് വയറ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ലെങ്ത് ഉണ്ട് വയറിന്, എന്നാലും ഞാൻ കുറച്ചേ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് അത്രയും മതിയാവും. പിന്നെ ഇതിൻ്റെ പുറത്തായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കല്ലാണ് കേട്ടോ ഇത്. പക്ഷേ കല്ല് ആവശ്യത്തിന് എണ്ണമില്ല. എനിക്ക് തോന്നുന്നൊരു 5 or 6 കല്ല് ഇതിനകത്തുള്ളൂ. എനിക്ക് തോന്നുന്നു ബാക്കി ഇനി പോയതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് ഇത്രയും കല്ലുകളേ ഉള്ളൂ. ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ പവർ സ്റ്റേഷൻ ഇവിടെ ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ പവർ സ്റ്റേഷനിലേക്ക് നമ്മുടെ ഫൗണ്ടെയിൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്യാം. വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. മോട്ടർ വർക്കിംഗ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് തന്നെ വെള്ളം ഒഴിച്ച് തുടങ്ങാം, നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റുന്ന രീതിയിൽ. ഇത് കളയുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ ആവശ്യത്തിന് വെള്ളം കറക്റ്റായിട്ട് ഒഴിച്ചില്ല എങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. ഇത് ഇവാപ്രേഷനൊക്കെ കാരണം വെള്ളം പെട്ടെന്ന് പോവും. അപ്പോൾ ആവശ്യത്തിന് ഫില്ല് ചെയ്ത് കൊടുത്തില്ല എങ്കിൽ, സമയത്തിന് ഫില്ല് ചെയ്ത് കൊടുത്തില്ല എങ്കിൽ മോട്ടർ പോകാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. കാര്യം ഓവർ ഹീറ്റ് ആവുമല്ലോ. Oh my god, I broke. Oh shit bro. ഒരുപാട് വെള്ളം കോരി ഒഴിച്ച്. ഗൈസ്, ആദ്യം ഞാൻ കുറേ വെള്ളം കോരി ഒഴിച്ചു കേട്ടോ. അപ്പോൾ അപ്പോഴായിരുന്നു പ്രശ്നം. ഇപ്പോൾ ആക്ച്വലി കുഴപ്പമില്ല. എന്നാലും ശകലം വെള്ളം കൂടുതലാണ്. പക്ഷേ ആ ഒരു ഫ്ലോ അടിപൊളിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. സെറ്റപ്പ് ആയിട്ടുണ്ട്.
വെള്ളം ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് ഒഴിക്കണം കേട്ടോ. കൂടിപ്പോയി കഴിഞ്ഞാൽ മോട്ടർ നല്ല ശക്തിയിൽ പ്രഷർ ചെയ്ത് വെള്ളം വിടും. എന്തായാലും ഇത് ആക്ച്വലി കൊള്ളാം കേട്ടോ. സംഭവം സെറ്റപ്പ് ആയിട്ടുണ്ട്. ഒരു ക്ലോസർ ലുക്കിന് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചത്. ഇവിടെ മൊത്തം വെള്ളമായി കേട്ടോ അത്. അപ്പോൾ അതിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഓവറായിട്ട് വെള്ളമായി കഴിഞ്ഞാൽ സ്പില്ലാവാനുള്ള ചാൻസ് ഉണ്ട്. ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്രത്തോളം ഫ്ലോ ആണോ വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ വലിയ വിഷയം ഉണ്ടാകത്തില്ല. ഞാൻ ആദ്യം കുറച്ച് നേരം അങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നു. ഏകദേശം ഒരു കുപ്പിയോളം വെള്ളം ഞാൻ അതിനകത്ത് ഒഴിച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വന്നേ. ഇനി നമുക്ക് അടുത്ത നമ്മുടെ ഗാഡ്ജറ്റിലേക്ക് അല്ലെങ്കിൽ ആമസോൺ ഫൈനിലേക്ക് പോകാം. ഇതെന്ന് പറയുന്ന ഒരു പോർട്ടബിൾ ആയിട്ടുള്ളൊരു ഫാനാണ് കേട്ടോ. അതായത് നമുക്ക് എവിടെ വേണമെങ്കിലും ഹാങ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഫാനാണ്. അപ്പോൾ ചൂടൊക്കെ അധികമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പോർട്ടബിൾ ഫാൻ നോക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റമാണ് നമ്മുടെ കയ്യിലുള്ളത്. സോ ഇതിനകത്തൊരു മിനി ട്രൈപോഡ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഫാന് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ ഫാന് തന്നെ നമുക്ക് ഇതിനകത്ത് നോക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ഫാൻ എന്ന് പറയുന്നത്. മിനി ഫാൻ ആണെങ്കിൽ പോലും അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ലീഫും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇത് ട്രൈപോഡ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതുപോലെ നമുക്ക് ട്രൈപോഡിൽ അറ്റാച്ച് ചെയ്ത് തറയിൽ വേണമെങ്കിൽ വയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തൂക്കിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. വേറെ എന്തൊക്കെ ഇതിനകത്ത് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് നിങ്ങൾക്ക് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും പെർമനൻ്റ് ഹാങ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള അഡീസീവായിട്ടുള്ള ഹുക്ക് കൊടുത്തിട്ടുണ്ട്. ഫാനിന് വേണ്ടിയിട്ടൊരു ചെറിയ റിമോട്ട് ഇതിനകത്തുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ റിമോട്ട് എന്ന് പറയുന്നത്. ആ റിമോട്ട് വാളിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വാൾ ഹോൾഡർ കൂടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് സ്റ്റിക്കർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആണി വെച്ച് തറപ്പിച്ച് പിടിപ്പിക്കാൻ താല്പര്യമില്ലെങ്കിൽ സ്റ്റിക്കർ ഉപയോഗിച്ചുകൊണ്ടും ഒട്ടിച്ച് വയ്ക്കാൻ വേണ്ടി പറ്റും. റിമോട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ തൂക്കി നിർത്തുന്നില്ല, നമുക്ക് നമ്മുടെ ഇതിനകത്തുള്ള ട്രൈപോഡ് തന്നെ യൂസ് ചെയ്യാം. ഗൈസ്, നമ്മുടെ ഫാൻ ഓൺ ആയിട്ടുണ്ട്. അത്യാവശ്യം വിൻഡ് ഉണ്ട് കേട്ടോ. സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നോട്ടെ. ഫാന് ട്രൈപോഡ് കൂടി ബാക്കിലോട്ട് പോകുന്നത് കേട്ടോ. ഇത് ലോ സ്പീഡാണെന്ന് തോന്നുന്നു. ലോ സ്പീഡാണ്, ഇത് ലോ സ്പീഡാണ്. കുറച്ചുകൂടെ ബെറ്ററായി. നല്ല വിൻഡ് ഫ്ലോ ഉണ്ട് കേട്ടോ. ഐ തിങ്ക് ഇതാണ് മാക്സിമം സ്പീഡ് എന്ന് തോന്നുന്നു. അതാണ് മാക്സിമം സ്പീഡ്. സോ 1 2 3. യെസ്. ഇനി ഇതിനകത്ത് ലൈറ്റിംഗ് എഫക്റ്റ് ഉണ്ട് കേട്ടോ. അതായത് നൈറ്റ് ലാമ്പായിട്ട് നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ തന്നെ 3 സെറ്റിംഗ് ഉണ്ട്. ചെറിയ ലൈറ്റ്, നല്ല പ്രകാശം, ഓഫ്. 1 2 3. ഓക്കെ, ഇതാണ് മാക്സിമം പ്രകാശം കേട്ടോ. പിന്നെ ഇതിനകത്ത് പവർ ഓഫ് സ്വിച്ച് ഉണ്ട്. പവർ ഓഫ് ചെയ്യാൻ പറ്റും. അഗൈൻ പവർ ഓൺ ചെയ്തു. ഇതിൻ്റെ ഒരു വിൻഡ് ഫ്ലോ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സ്ലോ ആയിട്ടോ. 1 2 3. ട്രൈപോഡ് കൂടി ബാക്കിലോട്ട് പോകുന്നുണ്ട്. ഇത് ആക്ച്വലി വളരെ സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആണ്. ബൈ ബൈ. വാവ്, ദാറ്റ്സ് എ സേഫ്റ്റി കൺസേൺ. ഇതിന് പ്രൊട്ടക്ഷൻ ഇല്ലാത്തതുകൊണ്ട് കൈ വേദനിക്കത്തൊന്നുമില്ല, മുറിയത്തൊന്നുമില്ല. പക്ഷേ ആക്സിഡൻ്റലി നിങ്ങളുടെ കൈ അതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ യു ഡെഫിനറ്റ്ലി ഫീൽ സംതിങ്. സോ അതാണ് അതിൻ്റെ ഒരു വിൻഡ് ഫ്ലോയും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അത്യാവശ്യം കാറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടെ ഫാനിൻ്റെ ലീഫിൻ്റെ സൈസ് ബിഗർ ആയതുകൊണ്ട് തന്നെ കാറ്റുണ്ട്. പിന്നെ ആ ഒരു ലൈറ്റിംഗ് ഓപ്ഷനും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സംഭവം അത്യാവശ്യം നല്ല എയർ ഫ്ലോ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ബെഡ് സൈഡ് ലാമ്പും അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് അത്യാവശ്യത്തിന് രാത്രി ഒരു നൈറ്റ് ലാമ്പൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ഒരു മാസീവ് ബാറ്ററിയാണ്. ഏകദേശം 40-50 മണിക്കൂറോളം നിങ്ങൾക്ക് ഇതൊരു എമർജൻസി ഫാനായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
സംഭവം കൊള്ളാം കേട്ടോ. ഇതിന് ചുറ്റിനും ഒരു സേഫ്റ്റി പ്രിക്വേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും കൊടുക്കായിരുന്നു, പക്ഷെ അത് പോർട്ടബിലിറ്റി അഫക്റ്റ് ചെയ്യുമെന്നുള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ കൊടുക്കാത്തത് കേട്ടോ. അതായത് ഇപ്പോൾ ഈ ഫാൻ എന്ന് പറയുന്ന ലീഫ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആണ്. ഇത് ഓഫ് ചെയ്യുന്ന സമയത്ത് ഈ ലീഫ് ഓട്ടോമാറ്റിക്കലി എല്ലാം ഉണ്ടോ താഴോട്ട് ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പോൾ നമുക്ക് പോർട്ടബിളായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഒരു ഡിസൈൻ അഡാപ്റ്റ് ചെയ്ത്. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. ട്രൈപോഡ് കിട്ടുന്നുണ്ട്, ലൈറ്റിംഗ് എഫക്റ്റ് ഉണ്ട്. ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് 1500 രൂപയ്ക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ആമസോൺ ഫൈൻസുകളെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതുപോലുള്ള ആമസോൺ ഫൈൻസും ഒക്കെ ആയിട്ട് വരുന്നവരെ ബൈ ഗൈസ്.